ഹലോ ഗായ്സ്, എല്ലാവർക്കും ലോബർട്സ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മളൊരു നാടൻ ചിക്കൻ കറിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം നമ്മുടെ ചിക്കനെ നമുക്ക് അങ്ങോട്ട് കഴുകി വൃത്തിയാക്കി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുരുമുളക് പൊടി എന്നിവ ചേർത്ത് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്ക് സവാളക്കുട്ടന്മാരെ നമ്മൾ മീഡിയം സൈസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ കറിവേപ്പില, ഒരു തക്കാളി അരിഞ്ഞത്, പിന്നെ പച്ചമുളക് 4 എണ്ണം. നമ്മളത് മൊത്തത്തിൽ കീറുന്നൊന്നുമില്ല കേട്ടോ, അരിയുന്നില്ല പച്ചമുളകിനെ. പിന്നെ വെള്ളം, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി അരച്ച പേസ്റ്റ്, പിന്നെ മുളക് പൊടി, എണ്ണ, ഉപ്പ്, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ചിക്കൻ മസാലയും ആഡ് ചെയ്യാം കേട്ടോ. ഇത് ഇത്രയും നമുക്ക് ചേരുവകളാണ്. എന്നിട്ട് നമുക്ക് ഉരുളി അടുപ്പത്തേക്ക് വെക്കണം. എന്നിട്ട് നമുക്ക് ഉരുളിയിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടാവുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ സവാളക്കുട്ടന്മാരെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ മൊത്തത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് അത് നമുക്കൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അതൊരു ബ്രൗൺ കളർ ആവുന്നിടം വരെ നമ്മളത് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്നായിട്ട് തന്നെ വഴറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പിടുന്നുണ്ട്. കാരണം ഉപ്പിടുകയെന്ന് വെച്ചാൽ അത് നന്നായിട്ടൊന്ന് പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപ്പിടുന്നത്. ഓക്കെ, നമ്മളങ്ങനെ ഉപ്പിട്ടിട്ട് നന്നായിട്ട് എന്നിട്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി അരച്ച് ചേർത്ത് പേസ്റ്റ് ഇടാം. പിന്നെ പച്ചമുളക് 4 എണ്ണം അതും ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് നമ്മൾ വഴറ്റുന്നുണ്ട്. എന്നിട്ട് അരിഞ്ഞു വെച്ച് തക്കാളി ഇടാം, പിന്നെ കറിവേപ്പില ഇടാം. എന്നിട്ട് നമ്മളൊരു ലോ ഫ്ലെയിമിൽ വെച്ച് നമ്മൾക്ക് നന്നായിട്ട് അത് വഴറ്റി കൊടുക്കാം. പിന്നെ നമുക്ക് മല്ലിപ്പൊടി ഇടാം. മല്ലിപ്പൊടി ആവശ്യത്തിന് ഇടാം. പിന്നെ നമുക്ക് കുറച്ച് അത്യാവശ്യം മുളക് പൊടി ഇടാം. നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. കഴിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇടാം കേട്ടോ, കുറച്ച് ഇടുന്നുള്ളൂ. എന്നിട്ട് നമ്മുടെ ചിക്കൻ മസാല അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ചിക്കൻ മസാലയും കൂടി ഇട്ടിട്ട് നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. ആ ഒരു പച്ച മണം മാറുമ്പോഴത്തേക്കും നമ്മളിത് നന്നായിട്ട് മാറുന്നിടം വരെ നമ്മൾ നന്നായിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കുട്ടന്മാരെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. ആ ഒരു മുളക് ഒക്കെ ആ ചിക്കനെ പിടിക്കുന്നിടം വരെ നമ്മൾ അങ്ങോട്ടിട്ട് അങ്ങ് പെരട്ടാണ് കേട്ടോ ഗൈസ്. എന്നിട്ട് നമുക്ക് ആ ചിക്കനിലേക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, നമ്മൾ നന്നായിട്ട് ഇളക്കുന്നുണ്ട്. പിന്നെ ശകലം കൂടി വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അഥവാ ഉപ്പ് കുറവാണ് പോരായെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടിട്ട് നമുക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി കൊടുക്കാം. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് വേവാൻ വേണ്ടിയിട്ട് നമ്മൾ അടപ്പ് വെച്ച് മൂടി അരമണിക്കൂർ കഴിഞ്ഞ് തുറക്കാം. അരമണിക്കൂർ അപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. നമുക്ക് തുറന്ന് നോക്കാം. നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആഹാ, എന്ത് മണമാണ് ഗൈസ്, സൂപ്പർ. ഓക്കെ ഗൈസ്, നല്ല മണമുണ്ട്. ഇതാണ് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് വെന്ത് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് കഴിക്കാം. ഫൈനലി അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് കേട്ടോ. നമ്മുടെ ചിക്കനും ചപ്പാത്തി നമ്മൾ കഴിക്കാൻ തുടങ്ങുകയാണ്.
ഞാനാദ്യം ചിക്കൻ കറി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ചിക്കൻ കുട്ടനെ നമുക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. നല്ലൊരു കളറാണ് കേട്ടോ, നല്ല കളറ് ചിക്കൻ കറിക്ക്, ഒരു മുളകിൻ്റെയൊക്കെ. പിന്നെ എൻ്റെ അനിയത്തിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ നമുക്ക് കഴിക്കാൻ തുടങ്ങാം. നമ്മുടെ ചിക്കൻ കുട്ടനെയും ചപ്പാത്തിയെയും വെച്ച് അങ്ങോട്ട് കഴിക്കാൻ തുടങ്ങുകയാണ്. സൂപ്പർ ഗൈസ്, ഒന്നും പറയാനില്ല. നമ്മുടെ നാടൻ ചിക്കൻ കറി ഇത് തന്നെയാണ്. നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.